ഇന്ത്യയെ തകർക്കാൻ ലക്ഷ്യമിട്ട് വിവിധ NGO-കൾ വഴി ഒഴുകുന്ന വിദേശ ഫണ്ടുകളുടെ പൈപ്പ് പൂട്ടി കേന്ദ്ര സർക്കാർ. രാജ്യസുരക്ഷ മുൻനിർത്തി മോദി സർക്കാർ കൊണ്ടുവന്ന വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ അഥവാ FCRA ഭേദഗതി ബിൽ ഇന്നലെ സംയുക്ത പാർലമെന്ററി സമിതി അതായത് JPC പരിശോധനയ്ക്ക് വിട്ടു. കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ് അവതരിപ്പിച്ച പ്രമേയ പ്രകാരം ലോക്സഭയിലെയും രാജ്യസഭയിലെയും 31 അംഗങ്ങൾ അടങ്ങുന്ന സമിതിയാണ് ഈ ബിൽ വിശദമായി പരിശോധിക്കുക. മതം മാറ്റാനും രാജ്യത്ത് കലാപം അഴിച്ചുവിടാനും ഇനി വിദേശത്ത് നിന്ന് ഫണ്ട് കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. ഇതാണ് പ്രതിപക്ഷത്തെ യഥാർത്ഥത്തിൽ ചൊടിപ്പിച്ചത്. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പതിവുപോലെ ഇത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ബില്ലാണെന്ന വ്യാജ ആരോപണവുമായി സഭയിൽ ബഹളമുണ്ടാക്കി. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിൽ പ്രതിപക്ഷം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവന്നതെന്ന് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എത്രത്തോളം തരംതാണതാണെന്ന് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ കള്ളത്തരങ്ങൾക്ക് മന്ത്രി കിരൺ റിജിജു ചുട്ട മറുപടിയാണ് നൽകിയത്. ഈ ബില്ലിൽ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരൊറ്റ വ്യവസ്ഥയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം വെല്ലുവിളിച്ചതോടെ പ്രതിപക്ഷത്തിന് അക്ഷരാർത്ഥത്തിൽ ഉത്തരം മുട്ടുകയായിരുന്നു. സഭയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ശ്രമിക്കുന്നതെന്ന് മന്ത്രി തുറന്നടിച്ചു. FCRAയിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ സർജിക്കൽ സ്ട്രൈക്കോടെ ഇന്ത്യയിലെ രാജ്യവിരുദ്ധ ശക്തികളുടെ നെഞ്ചിരിപ്പ് കൂടിയിരിക്കുകയാണ്. വിദേശ ഫണ്ടുകളുടെ വരവ് സുതാര്യമാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിൽ ന്യൂനപക്ഷങ്ങളെ വലിച്ചിഴച്ച് തടിയൂരാൻ നോക്കിയ പ്രതിപക്ഷത്തിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയം ഒരിക്കൽ കൂടി രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.